ഹലോ ഗൈസ്, വെൽക്കം ടു ഹാക്ക് ഫോർജ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈബർ ഫോറൻസിക്കിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള എപ്പിസോഡാണ്. സൈബർ ഫോറൻസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ ഒരു ക്രൈം നടന്നതിന് ശേഷം അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് മെത്തഡോളജീസും കാര്യങ്ങളൊക്കെയാണ് സൈബർ ഫോറൻസിക്സ് എന്ന് പറയാം. സോ ഞാനിവിടെ ഒരു ഹാക്കർ പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് സൈബർ ഫോറൻസിക്സിനെ ഒരു ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ എങ്ങനെയായിരിക്കും യൂസ് ചെയ്യുക എന്ന് പറയുന്നൊരു സംഭവം കാണിച്ചു തരാം. സോ ഞാനിവിടെ എൻ്റെ ഫയൽ സിസ്റ്റത്തിൻ്റെ അകത്ത് ജസ്റ്റ് എൻ്റെ ഒരു USB ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അത് നമ്മുടെ ഹാക്ക് ഫോർജിൻ്റെ ഒരു ലോഗോ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഞാനിതിപ്പോൾ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, പെർമനൻ്റ് ഡിലീറ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചേക്കുന്നത് ഞാൻ ഡിലീറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു, ഡിലീറ്റ് ചെയ്ത് പോയി. ദെൻ ഓട്ടോപ്സി എന്ന് പറയുന്നൊരു ടൂളുണ്ട് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ സൈബർ ഫോറൻസിക്സ്. സോ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഒരു ഡെമോ ഞാനിപ്പോൾ കാണിച്ചു തരാം എങ്ങനെ അത് സെറ്റപ്പ് ചെയ്യുന്നതെന്ന്. ജസ്റ്റ് ഇവിടെ ഒരു ന്യൂ കേസ് കൊടുക്കുക. ദെൻ ഇവിടെ ഇപ്പോൾ ഞാൻ എൻ്റെ ഡെസ്ക്ടോപ്പിൻ്റെ അകത്തോട്ടാണ് ഈ സാധനത്തിനെ മാറ്റുന്നത്. സോ കേസ് നെയിം എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഹാക്ക് ഫോർജ് എന്ന് കൊടുത്തു. ദെൻ ഇതിപ്പോൾ ഒരു സിംഗിൾ യൂസറാണോ മൾട്ടി യൂസറാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്, വിട്ടേക്കാം. ദെൻ കേസ് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ കേസ് നമ്പർ ഞാൻ 1 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ദെൻ ഇവിടെ വെച്ചിട്ടൊരു ഡിസ്കിനെ ക്രിയേറ്റ് ചെയ്യുകയാണ് അവർ. സോ ഇനി നമ്മുടെ ഈ വീഡിയോയുടെ ഉദ്ദേശം തന്നെ ഈ ഒരു പെൻഡ്രൈവിൽ നിന്ന് ഡിലീറ്റ് ആയി, പെർമനൻ്റ് ഡിലീറ്റ് ആയെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആ ഫയലിനെ എങ്ങനെ നമ്മൾ റിക്കവർ ചെയ്ത് എടുക്കുന്നു എന്നാണ്. ഓക്കെ, സോ ഇങ്ങനെ റിക്കവർ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ ഡിലീറ്റ് ചെയ്തേക്കുന്നത് ഇപ്പോൾ ഫോണിൽ, ഇതിപ്പോൾ ഒരു പെൻഡ്രൈവ് എന്നല്ല, ഫോണിലതോ ലാപ്ടോപ്പിലോ ആയിട്ടുള്ള സാധനങ്ങളെ ഡിലീറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിന് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് ഓപ്ഷൻസ് ഉണ്ട്. സോ അതൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനാണ് എൻ്റെ ഉദ്ദേശം. സോ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഞാനിപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് നെക്സ്റ്റ് അടിച്ച് പോവാം. ദെൻ ഇവിടെ നമ്മൾ ഡിസ്ക് സെലക്ട് ചെയ്യുക. ഇപ്പോൾ എൻ്റെ ESD USB എന്ന് പറയുന്ന ഈ ഒരു ഫയലാണ്. സോ അത് ജസ്റ്റ് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് പോവുക. ഒന്നും നോക്കണ്ട, ജസ്റ്റ് നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ഫിനിഷ് ആവും. സോ ഇപ്പോൾ ഇത് ആഡ് ആയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഡിസ്കിൻ്റെ ഒരു സ്പേസ്, ഇപ്പം 1 TB ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടൈം എടുക്കും. ഇതിപ്പോൾ കുറച്ച് സൈസ് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് ഇത്രയും നിന്നത്. സോ നിങ്ങൾക്ക് മേ ബി ഡിസ്കിൻ്റെ സൈസ് അനുസരിച്ചിട്ടായിരിക്കും ടൈം വേരി ചെയ്യുക. സോ ജസ്റ്റ് ഇവിടെ ഫിനിഷ് എന്ന് കൊടുക്കുക. ദെൻ ഇവിടെ നിങ്ങൾക്ക് പല റിസോഴ്സസ് കാണാം. ഡാറ്റാ സോഴ്സ് ഉണ്ട്, ഫയൽ വ്യൂസ്, ഫയൽ ടൈപ്സ്, ഡിലീറ്റഡ് ഫയൽസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഞാനിപ്പോൾ ഡിലീറ്റഡ് ഫയൽസിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഓൾ എന്ന് പറയുന്ന സംഭവമുണ്ട്, ഫയൽ സിസ്റ്റം എന്ന് പറയുന്ന സംഭവമുണ്ട്. സോ ഇതിൽ ഫയൽ സിസ്റ്റത്തിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ, അതായത് ഞാൻ തന്നെ ഇവിടെ നേരത്തെ എടുത്തിട്ടിരുന്ന കാര്യങ്ങളാണ് CHൻ്റെ ഓരോ വേർഷൻസും മൊഡ്യൂൾസും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഓർഫൺ ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പാരൻറ്റ് ഡയറക്ടറീസിനെ പറ്റി അറിയാത്ത ഇതാണ്. ദെൻ CTF റൂം, ദെൻ WP3 ഇമേജ്. ഇവിടെ ഒരു ഇമേജ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിൻ്റെ ഒരു ഇമേജാണ്, അതിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ നമ്മുടെ ഹാക്ക് ഫോർജിൻ്റെ ഇമേജ് ഇവിടെ വന്നിട്ടുണ്ടോ നോക്കാം. ഇതേ നിൽക്കുന്നു, hflogo.png. ഇതായിരുന്നു നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ PNG ഫയൽ. ആൻഡ് അതിവിടെ ഉണ്ട്. എൻ്റെ Kali Linuxൻ്റെ ഇൻസ്റ്റാളർ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോയുടെ കൂടെ ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ സേഫായിട്ടിരിക്കാനായിട്ട് എപ്പോഴും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സേഫ് ആണെന്നല്ല. ആസ് എ സൈബർ ഫോറൻസിക് ഇൻവെസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ ഒരു ഹാക്കർ പെർസ്പെക്റ്റീവിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ രീതിയിൽ റിക്കവർ ചെയ്യാനായിട്ട് പറ്റും. ഈവൻ ദോ അത് iOS ഡിവൈസിലായാലും ആൻഡ്രോയിഡിൻ്റെ അകത്തായാലും എല്ലാത്തിനും റിക്കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ദെൻ ഇതിൻ്റെ ഒരു തിയററ്റിക്കൽ പാർട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോജിക്കലി ആണ് ഡിലീറ്റ് ചെയ്ത്. ഇപ്പം നിങ്ങൾ ഓരോ ഇതെടുത്ത് കഴിഞ്ഞാൽ അതൊരു ബിറ്റ് വൈസ് ആണ് ഓരോ ഇമേജിനെ. ഇപ്പം 0s and 1s എന്ന് പറഞ്ഞാൽ ബൈനറീസിലായിരിക്കും സേവ് ചെയ്ത് വെക്കുക. സോ നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒറിജിനലി നമ്മൾ പറയുന്നത് ഇതിൻ്റെ ഒരു ഫയൽ ഉണ്ടാവും, ലൈക്ക് ഇതിൻ്റെ ഒരു സെഗ്മെൻറ്റ് ഉണ്ടാവും, അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനൊരു ഫയൽ ഉണ്ടാകും. അത് മാത്രമേ ഡിലീറ്റ് ചെയ്ത് കളയുന്നത്, അതായത് അതിൻ്റെ മെൻഷൻ മാത്രമേ ഡിലീറ്റ് ചെയ്ത് കളയുന്നത്. ഒറിജിനൽ കണ്ടൻറ്റ് അതിൻ്റെ അകത്ത് തന്നെ റിറ്റെയിൻ ചെയ്യും. സോ ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. സൈബർ ഫോറൻസിക് ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് ഇത് യൂസ് ചെയ്ത് ഡിലീറ്റഡ് ഫയൽസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ആൻഡ് റിക്കവർ ചെയ്യാനും പറ്റും. ഓക്കെ, ദെൻ ഇതിൻ്റെ ഒരു ചെറിയ ഡെമോൺസ്ട്രേഷൻ ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. ഇതാണ് നമ്മളെ സെക്കൻഡ് വീഡിയോ. സോ നെക്സ്റ്റ് വീഡിയോ തൊട്ട് നമുക്ക് കമാൻഡ് ലൈനിലെ ബേസിക്സ് വെച്ചിട്ട് എത്തിക്കൽ ഹാക്കിങ്ങിലോട്ട് കയറാം. ദെൻ നമുക്ക് അവിടെ നിന്ന് CTFലോട്ടും കയറാം. ഓക്കെ, സോ നിങ്ങൾ ഈ വീഡിയോ എൻജോയ് എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.